ഹലോ, ഗീതൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക കാപ്പി അല്ലെങ്കിൽ ഔഷധ കാപ്പി അല്ലെങ്കിൽ ജാപ്പി എന്നൊക്കെ പറയുന്ന ഒരു കാപ്പിയാണ്. ഇത് കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ടതാണ്. വളരെ ഔഷധ ഗുണമുള്ള കാപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ജീരകം വേണം. 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമില്ല അത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം. 1 ടീസ്പൂൺ അയമോദകം, 1 ടേബിൾ സ്പൂൺ ഉലുവ 1-1.5 ടേബിൾ സ്പൂൺ എടുക്കാം. ഒരു 25 ഗ്രാം ചുക്ക്, ഒരു 4 ഏലക്ക, വലിയ ഏലക്കയാണെങ്കിൽ ഒരു 2 എടുത്താൽ മതി. ഒരു 1.5 കപ്പ് മുഴുവൻ മല്ലി, നമ്മുടെ പച്ചമല്ലി കടയിൽ നിന്ന് വാങ്ങിച്ച് കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു 1/2 കപ്പ് കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല, നമ്മുടെ സാധാരണ കാപ്പിപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ടേബിൾ സ്പൂണും ടീസ്പൂണുമാണ്. പലർക്കും ഇപ്പോഴും അറിയില്ല ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ. കണ്ടില്ല, ഇത്രയും വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. അപ്പോൾ എടുത്തേക്കുന്നത് ചിലതൊക്കെ ടേബിൾ സ്പൂണിലും ചിലതൊക്കെ ടീസ്പൂണിലുമാണ്. ഇപ്പോൾ കുരുമുളക് അയമോദകമൊക്കെ ഒരുപാട് എടുത്താൽ ചിലപ്പം എരിവ് കൂടും, അതുപോലെ അയമോദകത്തിനൊരു കുത്തലുണ്ട്, അത് കൂടും. അപ്പോൾ അത് നോക്കിയെടുക്കുക. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം ചുക്കൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ മിക്സി കേടായിപ്പോവും. അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചെടുത്താലും മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പം ആദ്യം നമ്മൾ മൂപ്പിനനുസരിച്ചുള്ള സാധനങ്ങളാണ്, കൂടുതലും മൂപ്പുള്ളത് ആദ്യം ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചുക്ക് നല്ലപോലെ ഉണങ്ങിയതാണ്, എന്നാലും നമ്മളൊന്നുകൂടെ ഒന്ന് അതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് ഇത് 1 മാസം വരെ. ചുക്കൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ മല്ലി ഇട്ട് കൊടുക്കും. മല്ലിയിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. നമ്മൾ തീ കുറച്ചും കൂട്ടിയും ഒരു കൃത്യം ഇത് പറയാൻ പറ്റത്തില്ല. തീ ഒത്തിരി കൂടുമ്പോൾ നമ്മളൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ നോക്കണം, കരിയാതെ നോക്കണം. ഇനി നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തു. കുരുമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ പൊട്ടാൻ തുടങ്ങും. അതാണ് അതിൻ്റെ പരുവം. ഇവിടുന്ന് മാറാനോ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മാറാനും പാടില്ല, കാരണം കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റും പോവും, ഗുണവും പോവും. ചുക്കൊക്കെ ഒത്തിരി ഔഷധ ഗുണമുള്ളതല്ലേ, ചുക്കില്ലാത്ത കഷായം ഇല്ല എന്നാണ് പറയുന്നത് തന്നെ. പിന്നെ മല്ലിയാണേലും നമ്മൾ പണ്ടൊക്കെ മല്ലി വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്, ഗ്യാസൊക്കെ പോകാനും അതുപോലെ നമ്മുടെ ശരീരം തണുപ്പിക്കാനും. പണ്ടൊക്കെ ചോറ് കഴിച്ചാൽ മല്ലി വെള്ളമാണ്, അല്ലെങ്കിൽ ജീരകവെള്ളം, ഇതൊക്കെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് പതിമുഖവും കരിങ്ങാലിയൊക്കെ വന്നു തുടങ്ങിയത്. ഈ കർക്കിടകത്തിൽ നിർബന്ധമായിട്ട് എല്ലാവരും കഴിക്കണം. കർക്കിടകം മാത്രമല്ല, ഇത് കഴിഞ്ഞാലും നമുക്കിത് സ്ഥിരമായി ശീലമാക്കാം. രാവിലെ ഒരു കാപ്പി ഈ പൊടികളെല്ലാം ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാപ്പിയാണ്. നമ്മൾ വെറുതെ കാപ്പി കുടിക്കുന്നതിനെക്കാട്ടിൽ വളരെ ഹെൽത്തിയാണ്. ഇനി നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. തീ ഒട്ടും കൂടരുത്, അത് മാത്രം വളരെ ശ്രദ്ധിച്ചോണം. ഇടയ്ക്കിടയ്ക്ക് തീ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഉലുവ നമ്മൾ കർക്കിടക മാസത്തിൽ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു ഔഷധമാണ്. കാരണം നമ്മൾ ഉലുവ ലേഹ്യം, ഉലുവ കൊണ്ട് മരുന്നുണ്ട, ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതുപോലെ ഉലുവ മുടിക്ക് കുതിർത്ത് അരച്ച് മുടിയിൽ തേക്കും, മുടി കിളർക്കാൻ, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഉലുവ. പിന്നെ നമ്മൾ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ജീരകം ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമ്മൾ അയമോദകവും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ അങ്ങ് നന്നായിട്ട് കുറച്ച് വയ്ക്കാം. കാരണം ഈ പാത്രത്തിൻ്റെ ചൂടും സാധനങ്ങളുടെ ചൂടും ഒക്കെ കൊണ്ട് ബാക്കിയൊക്കെ മൂത്ത് വന്നോളും. ഇനി അതിനെ ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. ശരിക്കും പൊടിഞ്ഞ് കിട്ടും, നമ്മൾ മൂപ്പിച്ചെടുത്തതായതുകൊണ്ട്. കുറേശ്ശെ ഇട്ട് പൊടിക്കുകയോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കുകയോ ചെയ്യാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളിതേ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. കാപ്പിപ്പൊടി അതിനകത്തൊന്ന് മിക്സ് ആവാൻ വേണ്ടി. എന്നിട്ട് അതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ അടിയിൽ എന്തെങ്കിലും കട്ട പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. ഇപ്പോൾ അയമോദകമൊക്കെ മിക്കവാറും വേറെ വീട്ടിലൊക്കെ കാണും. കുരുമുളക്, ഉലുവ എല്ലാം വീട്ടിലൊക്കെ കാണുന്നതല്ലേ. എന്നിട്ട് ഇതിനെ നന്നായി ഉണങ്ങിയ ഒരു കുപ്പിയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒട്ടും ഈർപ്പം പാടില്ല. ഇതെടുക്കുന്ന സ്പൂണോ കുപ്പിയോ ഒന്നും തന്നെ. കാരണം നമുക്ക് സ്റ്റോർ ചെയ്ത് ഒരു മാസം ഉപയോഗിക്കാനുള്ളതാണ്. എല്ലാ മാസവും ഇതുപോലെ ആദ്യം ഒന്ന് പൊടിച്ച് വെച്ചാൽ നമുക്ക് ഒരു മാസത്തേക്ക് രാവിലെയും വൈകിട്ടും ഓരോ കാപ്പി ഇതുകൊണ്ട് കുടിക്കുക. അല്ലെങ്കിൽ രാവിലെ മാത്രമായാലും അതൊന്ന് ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് കാപ്പി ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് കാപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരല്പം ചക്കര, കരിപ്പെട്ടി എന്ന് പറയും, നമ്മുടെ ശർക്കരയല്ല ചക്കര, അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് കരിപ്പെട്ടിയൊക്കെ ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. കാരണം നമ്മൾ ഇത്തിരി വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊടിയൊന്ന് വെന്ത് അതിൻ്റെ എസൻസൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പോഴത്തേക്കും ആ കൂടുതൽ വെച്ച വെള്ളം വറ്റുകയും ചെയ്യും. എന്നിട്ട് അതിനെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. അപ്പോൾ ആവിയൊക്കെ അതിനകത്ത് തന്നെ തങ്ങി നന്നായിട്ട് അതിൻ്റെ എസൻസ് ഇറങ്ങും. അതിനുശേഷം അതിനെ നമുക്ക് അരിച്ച് ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയൊരു കാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.